ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് ഓതല് പ്രത്യേക സുന്നത്തായി ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. വമിനൽ മസ്നൂനി അൻ യഖറഅൽ കഹ്ഫ യൗമഹാ വലൈലതഹാ. വെള്ളിയാഴ്ച രാവും പകലും സൂറത്തുൽ കഹ്ഫ് ഓതല് സുന്നത്തിൽപ്പെട്ടതാണ്. രാവോ അല്ലെങ്കിൽ പകലോ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, രാവും പകലും ഓതല് സുന്നത്താണ്. ഏറ്റവും അഫ്ദല് വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞിട്ട് ഓതലാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് വ്യാഴം അസ്തമിച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതാൻ കഴിയുക എന്നതിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ഓതുക എന്നതിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. വെള്ളിയാഴ്ചയിൽ ഓതപ്പെടുന്ന അൽ കഹ്ഫ് അധ്യായത്തിന് വെള്ളിയാഴ്ചയിൽ തന്നെ ഒരു പ്രാധാന്യം ആ പാരായണത്തിൽ അള്ളാഹുവിന്റെ ദീൻ കൊടുക്കുന്നതിന് ഒരുപാട് ചിന്തനീയമായ കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക കർമ്മശാസ്ത്രം അതിൽ വളരെ കൃത്യമായി തന്നെ ആ വിവരം നമ്മെ അറിയിക്കുന്നതും ഉണ്ട്. ലിമാ ഫിഹാ മിൻ ദിക്രി അഹ്വാലിൽ ഖിയാമത്തിൽ വാരിദി അന്ന ഖിയാമഹാ ഫീ യൗമിൽ ജുമുഅ. ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദ്യം, വളരെ ഗംഭീരമായ പ്രതിപാദ്യം അൽ കഹ്ഫ് അധ്യായത്തിൽ ഉണ്ട് എന്നതാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ അൽ കഹ്ഫ് ഓതാൻ നിർദ്ദേശിക്കപ്പെടാനുള്ള കാരണം. വെള്ളിയാഴ്ചയോട് ഖിയാമത്ത് നാളിനുള്ള ബന്ധം എന്താണ്? ഹദീസിൽ വളരെ വ്യക്തമാണല്ലോ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അതൊരു വെള്ളിയാഴ്ചയിൽ ആണ് എന്ന്. ആഴ്ചയിൽ ഒരിക്കൽ ഈ ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചും അതേ തുടർന്നുള്ള മനുഷ്യവർഗത്തിന്റെ എന്നല്ല സർവസൃഷ്ടികളുടെയും വിചാരണയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന ഒരു വിശേഷപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച എന്നത്. അപ്പൊ വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് ഓതുന്നവരാ നമ്മളൊക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ചയിലെ അൽ കഹ്ഫ് അധ്യായം ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരുപാട് ആയത്തുകൾ അൽ കഹ്ഫ് അധ്യായത്തിലുണ്ട്. നമ്മൾ പല കാര്യങ്ങളിലും അത്ഭുതം കാണാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേലി പട്ടാളക്കാരുടെ നരമേധം ഫലസ്തീനിൽ നടക്കുമ്പോൾ അവിടെയുള്ള പാവങ്ങൾ ഒരു പലായനവും ചെയ്യാതെ തീ തുപ്പുന്ന മിസൈലുകളുടെയും ആയുധങ്ങളുടെയും മുന്നിൽ നിന്ന് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കുമ്പോൾ അവർക്ക് ആ മണ്ണിനോടുള്ള അഭേദ്യ ബന്ധത്തിലും അവരെ അവിടെ ചുട്ടരിക്കപ്പെടുന്നതിൽ അവർ വീണ്ടും വീണ്ടും ധൈര്യശാലികളായി ഈമാന്റെ ഒരു വലിയ ഉത്തേജനത്താൽ അതിനെ അഭിമുഖീകരിക്കുന്നതിലും ഒക്കെ ഒരു വലിയ അത്ഭുതം നമുക്ക് തോന്നുന്നുണ്ട്. അവരുടെ വീട്ടിലും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതകളിലും അവരുടെ കുഞ്ഞുങ്ങളുടെ കളികളും ചിരികളും ഒക്കെ അറിയാനും അനുഭവിക്കാനും ഒക്കെ അവർ ഒരു പക്ഷേ ഈ വേദനകളുടെ ഇടയിൽ സമയം കണ്ടെത്തുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇത്തരം വലിയ ഒരു അപകട അവസ്ഥയിൽ നിന്നിട്ടും അല്ലാഹ് എന്ന് വിളിക്കുന്നതിൽ അവർ ഒരു കുറവും വരുത്തിയിട്ടില്ല. അതും ഒക്കെ നമ്മൾ നാടിന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്തി തരുന്ന വർത്തമാന സാഹചര്യത്തിലെ വലിയ വലിയ അടയാളങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പ്രത്യേകമായ അവതരണമാണ് അൽ കഹ്ഫ് അധ്യായത്തിനുള്ളത് എന്നത് ആ അധ്യായത്തിന്റെ ഒരു വേറൊരു പ്രത്യേകതയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ അത് ആഴ്ചയിൽ നമുക്കത് ബോധ്യപ്പെടുത്തി തരാണ്.
അൽ കഹ്ഫ് അധ്യായത്തിന്റെ പ്രമേയം ഈ ബോധ്യപ്പെടുത്തി തരല്ല. ഏത് ബോധ്യപ്പെടുത്തി തരൽ? അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്തി തരൽ. അത് ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അൽ കഹ്ഫ് അധ്യായം പാരായണം ചെയ്തിങ്ങനെ വരുമ്പോ ആദ്യ ഭാഗങ്ങളിൽ തന്നെയുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബാ إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ചരിത്രമാണ് ഈ പറഞ്ഞത്. അൽ കഹ്ഫിന്റെ 9-10 ആയത്തെ പോതിയത് ചരിത്രമാണ് ഈ പറഞ്ഞത്. ഈ ചരിത്ര അവതരണത്തിലൂടെ അള്ളാന്റെ ഖുദ്റത്തിന്റെ ഒരു വലിയ ദൃശ്യ ആവിഷ്കാരം തന്നെ നമുക്ക് കാണാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ AD 249 മുതൽ 251 വരെ റോമിൽ ഭരണം നടത്തിയത് സീസർ ഡിസൂസ് എന്ന ദിഖിയാനൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ്. 2 വർഷം കഷ്ടി അദ്ദേഹത്തിന്റെ ഭരണമുണ്ടായത്. അദ്ദേഹം ഒരു വിഗ്രഹ ആരാധകനായ ഒരു രാജാവായിരുന്നു. അയാളുടെ മുന്നിൽ തൗഹീദ് തുറന്നു പറയാൻ വന്ന യുവാക്കളുടെ കഥയാണ് അൽ കഹ്ഫിന്റെ സമാരംഭത്തിൽ തന്നെ കാണുന്നത്. അതിന്റെ സമാരംഭമാണ്, ആ പ്രതിപാദ്യത്തിന്റെ സമാരംഭമാണ് ഇപ്പോൾ നമ്മൾ ഓതിയ ആയത്ത്. ഈ കഥ പറയുന്ന ഖുർആൻ ഈ യുവാക്കളെ കുറിച്ച് പറയുന്ന ഇത്തരം സംഭവങ്ങളും അവർ അഭിമുഖീകരിച്ച പീഡനങ്ങളും അല്ലെങ്കിൽ തൗഹീദിന്റെ ആവശ്യാർത്ഥം അവർ നേരിടേണ്ടി വന്ന ത്യാഗങ്ങൾ, അതിൽ അത്ഭുതം ഉണ്ടെന്ന ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്ന പറഞ്ഞത്. അം ഹസിബത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീം, അസ്ഹാബുൽ കഹ്ഫുകളായ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ കാനൂ മിൻ ആയാതിനാ അജബാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലെ അത്ഭുതങ്ങളായിരുന്നു. നമ്മൾ ഫലസ്തീനികളെ പറയുമ്പോൾ, അല്ലെങ്കിൽ ചെച്ചനിയയിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന ബോസ്നിയയിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ത്യാഗിയായ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ത്യാഗത്തിലും അവരുടെ വേദനയിലും പുഞ്ചിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുള്ള പ്രതിപാദ്യം കൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഈ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം പറഞ്ഞു. ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ് ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. അവർ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണ്. ഗുഹയുടെ അകത്ത് അവർ അഭയം പ്രാപിക്കാണ്. അവിടെ വെച്ച് അവർ അള്ളാഹുവിൽ സർവ്വതും ഏൽപ്പിക്കാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ അത്ഭുതം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 2018 ഏകദേശം ജൂൺ ജൂലൈ സമയത്ത് 17 ദിവസത്തെ ഇരുൾ ജീവിതത്തിന് ശേഷം തായ്ലൻഡിലെ ഗുഹയിൽ നിന്നും 11 കുട്ടികളും അവരുടെ കായിക കോച്ചും പുറം ലോകം കണ്ടു എന്നൊരു അത്ഭുതം പത്രമാധ്യമങ്ങളിൽ ധാരാളം പറഞ്ഞത്. 2018 ജൂണോ ജൂലൈയോ ആവാൻ സാധ്യതയുണ്ട്. ഗുഹാമുഖത്ത് നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകത്ത് കുടുങ്ങിയ കുട്ടികളെ ഉറക്കിക്കിടത്തിയ ശേഷമാണ് പുറത്തെത്തിച്ചത്. അങ്ങനെ പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് അത്ഭുതമായിട്ടാണ് കണ്ടത്. കുട്ടികളെ ഉറക്കിക്കിടത്തി ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ വലിയ അപകട നിലയെ തരണം ചെയ്തത് അഭിമുഖീകരിച്ചാൽ കുട്ടികൾക്ക് മാനസികമായി എന്തെങ്കിലും വിഭ്രാന്തി വരുമോ എന്ന ഭയമായിരുന്നു. ഒരു മഹാത്ഭുതമായി ലോകം കണ്ടു. 13 ദിവസം അവിടെ ജീവനും ആരോഗ്യവും അതുപോലെ തന്നെ മനസ്സിന്റെ താളവും നിലനിർത്തി ഒരു അത്ഭുതം സൃഷ്ടിച്ചവര്, ഒരു മഹാത്ഭുതം. 13 ദിവസം ഇത് എങ്ങനെ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. ഏകനായ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അവിടെ ബോധ്യപ്പെടുത്തി തരാണ്. അള്ളാന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുത്തി തരാം. ചില ഭൂകമ്പ പ്രദേശങ്ങളുടെ ചിത്രീകരണങ്ങൾ കാണപ്പെടുന്ന അതിന്റെ വീഡിയോ വിഷ്വലിലും അതിന്റെ ചിത്രീകരണത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. കെട്ടിടങ്ങൾ തകർന്നു വീണതിന്റെ ഇടയിൽ കുടുങ്ങിയ 3 മാസം കഴിഞ്ഞ പൂച്ചയെ പുറത്തെടുത്തപ്പോൾ എന്നൊക്കെ ഇങ്ങനെ കാണാറുണ്ട്.
അല്ലെങ്കിൽ ഒരു വർഷം, ഈ അടുത്ത് ശ്രദ്ധിച്ചതാണ്, 11 മാസങ്ങൾക്ക് ശേഷം ഒരു പൂച്ച കെട്ടിടാവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നും നവജീവനോടുകൂടെ പുറത്തു വരുന്നത്. തുർക്കിയിലും മറ്റുമൊക്കെ ഭൂചലനമുണ്ടായപ്പോ. അപ്പൊ അത്രത്തോളം അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുത്തി തരുന്ന അൽ കഹ്ഫിന്റെ പാരായണം മഹാന്മാരായ ഗുഹാവാസികളുടെ ജീവിതത്തെ പറയുന്നോടത്ത് നമുക്ക് അള്ളാന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുത്തി തരിക എന്ന ലക്ഷ്യം അൽ കഹ്ഫിന്റെ പ്രമേയത്തിലുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അവര് എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചപ്പോൾ അള്ളാഹ് കൊടുത്ത സൗകര്യം കണ്ടു. അള്ളാഹിനെ ഏൽപ്പിച്ചാൽ അള്ളാഹു തരുന്ന സൗകര്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. അൽ കഹ്ഫിന്റെ 17-ാമത്തെ ആയത്ത്. ഹബീബായ നബിയോട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചരിത്രത്തിന്റെ അവതരണത്തിന്റെ വശ്യമനോഹരമായ ആ ഒരു ശൈലി തന്നെ ഈ ഗുഹാവാസികളുടെ സംഭവം അനുഭവിച്ച് നേർക്കുനേർ നിന്ന് കാണുന്ന പോലെ നബിയെ ഈ ഗുഹാവാസികൾക്ക് നേരെ വെയിലടിക്കാതെ അവർ സൂര്യ ഉദയ അസ്തമയ സഞ്ചാരങ്ങൾക്കിടയിൽ സൂര്യന്റെ വെയിലടിക്കാതെ സൂര്യൻ തന്നെ മാറി സഞ്ചരിച്ചു. അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ, അങ്ങോട്ട് പോകുമ്പോൾ വലതുവശം കൊള്ളെ സൂര്യൻ മാറി സഞ്ചരിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോ സൂര്യൻ മാറി സഞ്ചരിച്ചു ഇടം വശം കൊള്ളെ. വഹും ഫീ ഫജ്വത്തിൻ മിൻ, ഈ ഗുഹയുടെ വിശാലമായ ഭാഗത്ത് തന്നെ അസ്ഹാബുൽ കഹ്ഫ് സുഖനിദ്രയിലായിരുന്നു. അവർ നിദ്രയിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഉറങ്ങാൻ തീരുമാനിച്ച് ഉറക്കത്തിലേക്ക് ഭവിക്കുന്നതിന് മുമ്പ് അവർ അള്ളാഹുവിൽ ഏൽപ്പിച്ചു എന്നത് അള്ളാഹ് ഏറ്റെടുത്താൽ അങ്ങനെയാ. അള്ളാഹു ഏറ്റെടുത്താൽ അങ്ങനെ. അൽ കഹ്ഫിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള പ്രമേയം, അതിന്റെ ഒരു പ്രത്യേകമായ ശൈലി, അള്ളാനെ ഏൽപ്പിച്ചാൽ റബ്ബിന്റെ ഖുദ്റത്ത് ബോധ്യമാവാ. എന്നിട്ട് ബോധ്യമായോടത്ത് റബ്ബിനെ അങ്ങ് ഏൽപ്പിക്കാം. ഏൽപ്പിക്കുന്നോടത്ത് അള്ളാഹു ഏറ്റെടുത്താൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തോഷം എത്രയാ. ആ ഏൽപ്പിക്കൽ പീഡിപ്പിക്കപ്പെടുന്ന പാവപ്പെട്ട ഫലസ്തീനികൾ ഏൽപ്പിക്കുന്നുണ്ട്. അള്ളാഹു തിരിച്ചറിയാനുള്ള ബോധം തരട്ടെ. അവരുടെ ഹൃദയത്തിലൊന്നും കറയില്ലാത്തവരാ, അവരുടെ ഹൃദയത്തിൽ തൗഹീദാ ഉള്ളത്. അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ ഈ സൂര്യന്റെ സഞ്ചാരത്തെ പറയാ, റബ്ബിന്റെ ഖുദ്റത്തിനെ. സൂര്യൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനം ഇമാം സാവി രേഖപ്പെടുത്തുന്നു, സൂര്യൻ അള്ളാന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ്. അൽ കഹ്ഫ് അത് പറയാണ്. അസ്ഹാബുൽ കഹ്ഫ് റബ്ബിനെ ഏൽപ്പിച്ചു, റബ്ബിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെട്ടവരായ നിലയിൽ ആ ബോധ്യപ്പെടലിന് ശേഷം റബ്ബിനെ ഏൽപ്പിച്ചോടുത്ത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അലംഘനീയ സത്യങ്ങൾ പോലും അതിന്റെ വഴി മാറേണ്ടി വന്നു. അത് അള്ളാന്റെ ഖുദ്റത്തിന്റെ ഒരു ഇടപെടലാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് പറഞ്ഞല്ലോ, അബൂദർറെ, ഈ സൂര്യൻ അസ്തമിക്കുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചേ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു സൂര്യൻ അസ്തമിക്കുന്നത് ശ്രദ്ധിച്ചു. എന്നിട്ട് ചോദിച്ചു, അത്തദ്രി ഐന തദ്ഹബ്, ഈ സൂര്യൻ എവിടേക്കാ പോയതെന്ന് നിനക്കറിയോ അബൂദർറെ? മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, റബ്ബിനറിയാം, റസൂലിനറിയാം എവിടേക്കാ സൂര്യൻ പോയത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശ്, ഈ സൂര്യൻ പോയിട്ട് അർശിന്റെ ചുവട്ടിൽ ഈ സൂര്യൻ സുജൂദിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂര്യൻ ചെന്നുകൊണ്ട് അർശിന്റെ ചുവട്ടിൽ സുജൂദിലാം. സുജൂദിൽ കിടന്നുകൊണ്ട് സൂര്യൻ അല്ലാഹുവോട് ചോദിക്കും, അല്ലാഹുവേ, എനിക്ക് ഇന്ന് രാവിലെ ഉദയം നടത്തിയ പോലെ തന്നെ അടുത്ത പ്രഭാതത്തിന്റെ ഉദയത്തിനായി കിഴക്കോട്ടുന്ന് പോകേണ്ടതുണ്ട് അല്ലാഹ്. അതായത് സൂര്യൻ ഉദിക്കേണ്ട ദിക്കിലേക്ക് പോകണം. ഏതൊരു ദിക്കിലാണ് സൂര്യൻ ഉദിക്കുന്നത് അതിനെയാണ് കിഴക്കെന്ന് പറയാം.
അപ്പോൾ സൂര്യൻ ഉദിക്കേണ്ട ആ ദിക്കിലേക്ക് പോകാൻ വേണ്ടി സൂര്യൻ അള്ളാഹുവോട് അനുവാദം ചോദിക്കും, അള്ളാഹു അനുവാദം കൊടുക്കും. അങ്ങനെ ഹബീബായ നബി തങ്ങൾ പറയാം, വയൂസിക്കു അൻ തസ്ജുദ ഫലാ യുഖ്ബല മിൻഹാ. സൂര്യൻ എല്ലാ ദിവസവും സാഷ്ടാംഗം സമർപ്പിച്ച് അള്ളാഹു അത് സ്വീകരിച്ച് സൂര്യൻ അവിടെ വെച്ച് ദുആ ചെയ്ത് സൂര്യന്റെ ഉദയസ്ഥാനത്തേക്ക് തിരിച്ചു പോവാൻ അനുവാദം ചോദിച്ച് അങ്ങനെ അനുവാദം വാങ്ങി വരലാണ്. ഒരു ദിവസം അള്ളാഹുവോട് അനുവാദം ചോദിക്കുമ്പോ അന്ന് അള്ളാഹു അനുവാദം കൊടുക്കൂല. സൂര്യനോട് അന്ന് പറയും, അങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇർജിഇ മിൻ ഹൈസു ജിഅതി, നീ ഇപ്പോ വന്ന് അവസാനിച്ചോടത്ത് അങ്ങോട്ട് തുടങ്ങിക്കോളാൻ പറയും. അതായത് പടിഞ്ഞാറ് വന്ന് അവസാനിച്ചെടുത്തുനിന്ന് തുടങ്ങാന്ന് പറഞ്ഞ പടിഞ്ഞാറിന്ന് ഉദിച്ചു തുടങ്ങിക്കോ. ഫതതുലു മിൻ മഗ്രിബിഹാ, അപ്പോഴാണ് സൂര്യൻ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദയം സമാരംഭം കുറിക്കുക. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമായി മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂര്യനെ അമ്മാതിരി വർണ്ണനയാ കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം സൂറത്ത് ശംസ്, സത്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന പ്രയോഗം വശംസി വദുഹാഹാ, വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. സത്യം ചെയ്യാൻ സൂര്യനെ അള്ളാഹു കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളിലൂടെ അള്ളാന്റെ ഖുദ്റത്തിനെ അറിയിച്ച് തരൽ എന്നതും അൽ കഹ്ഫിന്റെ വിഭാവനത്തിൽ ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ചയിലെ ഏറ്റവും വലിയ സുഹൃതം അൽ കഹ്ഫ് പാരായണം ചെയ്യല്. കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനായ ഇമാം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ മുനിയയിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച രാവാവട്ടെ പകലാവട്ടെ വെള്ളിയാഴ്ച ദിവസത്തിലെ ആരെങ്കിലും ഒരാള് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ കാന കമൻ തസദ്ദഖ ബിഅശറതി ആലാഫി ദീനാർ, 10,000 ദീനാർ സദഖ ചെയ്ത കൂലിയ. വെള്ളിയാഴ്ചയിലെ ഈ അധ്യായം പാരായണം ചെയ്യലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ 10,000 ദീനാർ സദഖ ചെയ്ത കൂലി കിട്ടും ഒരു അൽ കഹ്ഫ് ഓതിയാൽ. 2 ഓതിയാലോ? ഒരു 5 അൽ കഹ്ഫ് ഓതിയാൽ ആഴ്ചയിൽ 50,000 ദീനാർ. അത് കുവൈത്ത് ദീനാറിന്റെ കണക്കിൽ കൂട്ടിക്കോ. ദുനിയാവിൽ ഇപ്പൊ കിട്ടാവുന്ന ദീനാർ പറ്റും അതല്ലേ. അങ്ങനെ വരുമ്പോ എത്ര പൈസ ദാനം ചെയ്ത കൂലിയാ കിട്ടുന്നത്. ഒരു അൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോ അള്ളാഹു അതിന്റെ പരമാവധി ഇട്ടല്ലേ തരൂ. അള്ളാഹു കാരുണ്യവാനല്ലേ, പ്രതിഫലങ്ങളെ ഇരട്ടിയാക്കുന്നവനാ. അപ്പൊ കുവൈത്ത് ദീനാർ തന്നെ ആയിക്കോട്ടെ, 10,000 ദീനാർ സ്വതക്ക ചെയ്ത കൂലിയ ഒരു അൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആൾക്ക് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വെള്ളിയാഴ്ച പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ചയാവുമ്പോഴേക്കും അതിന്റെ ഇടയിൽ അവന് ഈമാനിന്റെ ഒരു വെളിച്ചം ഹൃദയത്തിലേക്ക് അള്ളാഹു കൊടുക്കാൻ ഈ ഒരൊറ്റ അധ്യായം കൊണ്ട് സാധ്യമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ എന്ന് പരിശുദ്ധ റസൂൽ ഇമാം ഹക്കീമിന്റെ മുസ്തദറക്കിൽ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും വെള്ളിയാഴ്ചയിലെ ഈ അധ്യായത്തിന്റെ ഒരു വലിയ പ്രമേയം അള്ളാന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്തി തരലും റബ്ബിനെ ഏൽപ്പിക്കേണ്ടതിന്റെ പ്രോത്സാഹനം അറിയിക്കലുമാണ് ഈ അധ്യായം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ അധ്യായം അള്ളാന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്തി തന്നതിനെ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്ത് പലപ്പോഴും റബ്ബിനെ ബോധ്യപ്പെടാനുള്ളത് ഉണ്ട്. അള്ളാനെ ബോധ്യപ്പെട്ടാൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ അള്ളയാണ്. എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. അന ഇൻദ ദന്നി അബ്ദി ബി വഅന മഅഹു ഹൈസ യദ്കുറുനി വല്ലാഹി ലല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദികും യജിദുല്ലാഹു ബിൽ ഫലാത്ത്. അള്ളാന്റെ ഹബീബ് പറയാണ്, അള്ളാഹു അവന്റെ അടിമ എവിടെ വിചാരിക്കുന്നു അവിടെയുണ്ട്. അടിമ എവിടെ വിചാരിക്കുന്നുവോ അവിടെ റബ്ബിനെ കാണാൻ കഴിയും. ഈ പ്രശ്നത്തിൽ നിന്നും ഞാൻ കരകയറും ഇൻഷാ അല്ലാഹ്. എന്റെ റബ്ബ് എന്നെ സഹായിക്കും, എനിക്ക് ഉറപ്പാണ്. എന്റെ മക്കളുടെ വിവാഹം വൃത്തിയായി എനിക്ക് നടത്താൻ പറ്റും, എന്റെ റബ്ബ് എന്നെ സഹായിക്കും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ നിരന്തരം ദുആ ചെയ്താൽ തീരാവുന്ന കടബാധ്യത
ബാധ്യതയല്ലേ ഉള്ളൂ. ഞാൻ നിരന്തരം ദുആ ചെയ്താൽ തീരാവുന്ന രോഗങ്ങളല്ലേ ഉള്ളൂ. ഞാൻ നിരന്തരം ദുആ ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ അല്ലേ ഉള്ളൂ. ഞാൻ എന്തേ ദുആ ചെയ്യാത്തത്? ഞാൻ എന്തേ എന്റെ റബ്ബിനെ അങ്ങ് കണക്കാക്കാത്തത്? ഒരു മനുഷ്യന് റബ്ബിനെ വിചാരിച്ചോ എവിടെയോ അവിടെയുണ്ടാകും അവന്റെ റബ്ബെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാള് വിചാരിച്ചത് ഇതിങ്ങനെ അങ്ങ് മരിച്ചു തീരലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നടക്കുമെന്ന്. പടച്ചോൻ ഇങ്ങനെയാ തീരുമാനിച്ചത്. അങ്ങനെ ഒരാൾ പറഞ്ഞ മടിയനായാൽ അവൻ പറഞ്ഞോടുത്ത അവന്റെ കാര്യങ്ങളുള്ളത് അവൻ മനസ്സിലാക്കി അവന്റെ റബ്ബ് അവനെ സഹായിക്കൂല എന്ന് ആ മനസ്സിലാക്കിയോടുത്ത് അള്ളാഹു അത് പ്രാവർത്തികമാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. കൂമ്പാര കണക്ക് തെറ്റ് ചെയ്യുന്നവരല്ലേ ഞാനും നിങ്ങളും. അള്ളാഹുവിനെ എന്ത് ഇഷ്ടമാണെന്നറിയോ? വല്ലാഹി ലല്ലാഹു അഫ്റഹു ബിതൗബത്തി ഇബ്ദിഹി മിൻ അഹദികും യജിദു ലല്ലതഹു ബിൽ ഫലാത്ത്. വിലപിടിപ്പുള്ള ഒരു സാധനം വിജനമായ ഒരു സ്ഥലത്ത് കളഞ്ഞു പോയവൻ ആ വിലപിടിപ്പുള്ള സാധനം തേടി കുറെ അലഞ്ഞു, കുറെ നാളുകൾ അലഞ്ഞു. അവസാനം ആ വിലപിടിപ്പുള്ള സാധനം അവന് നഷ്ടപ്പെട്ടത് വളരെ സുരക്ഷിതമായി കേടുപാടുകളില്ലാതെ അവിചാരിത നേരത്ത് കിട്ടുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എത്രയോ. ആ സന്തോഷത്തെ സങ്കല്പിച്ചോ, അതിനേക്കാളും എത്രയോ മടങ്ങ് സന്തോഷമാ അള്ളാഹുവിന്റെ അടിമ പടച്ച റബ്ബേ എനിക്കൊന്ന് പൊറുക്കണേ എന്ന് ദുആ ചെയ്യുന്ന വാക്ക് കേൾക്കാൻ റബ്ബിനെത്ര സന്തോഷമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചേരുന്തോറും കൂടുതൽ ചേരും, അടുക്കുന്തോറും നമ്മളോട് ഒട്ടിയടുക്കും. മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബതു ഇലൈഹി ദിറാഅ. ഒരു ചാണാണ് എന്റെ അടുക്കലേക്ക് അവൻ ചേരാൻ വന്നതെങ്കിൽ അവനോട് ഞാൻ ഒരു മുഴം ചേർന്ന് ഒട്ടിയെന്ന് അള്ളാന്റെ പ്രഖ്യാപനമേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തരും, അല്ലാഹു തരും. വമൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബതു ഇലൈഹി ബാഅ. സ്വഹീഹ് മുസ്ലിം. എന്നോട് ഒരു മുഴമാണ് അടുത്തതെങ്കിൽ അവനോട് ഞാൻ ഒരു മാറ് അടുക്കും. വൈദാ അഖബല ഇലയ്യ യംശി അഖബൽതു ഇലൈഹി ഹർവല. എന്റെ അടുത്തേക്ക് നടന്നാണ് അവൻ വന്നതെങ്കിൽ അവനിലേക്ക് ഞാൻ ഓടി അടുക്കും എന്ന അള്ളാന്റെ പ്രഖ്യാപനമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരുന്നത് അല്ലാഹുവാണ്. റബ്ബിന്റെ ഖുദ്റത്ത് വലുതാ, അതങ്ങോട്ട് ബോധ്യമാവണം. അത് ബോധ്യമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയത്തിന്റെ കരുത്ത അൽ കഹ്ഫിന്റെ മെസ്സേജ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തരുന്നത് അല്ലാഹുവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. സൂറത്ത് സുഖ്റുഫിന്റെ 32-ാമത്തെ ആയത്ത്. അവരാണോ റബ്ബിന്റെ കാരുണ്യത്തെ വീതം ചെയ്തു കൊടുക്കാൻ നിഷേധികളെ? നിങ്ങളാ? അല്ലാഹുവാണ് ഒരാൾക്ക് നിശ്ചയിച്ച മഈശത്ത് വീതം ചെയ്തിട്ടുള്ളത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഒരാൾക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ കിട്ടൂന്നായി പറഞ്ഞത്. അള്ളാഹിനോട് ചോദിക്കുമ്പോ ചോദിച്ചോളം തരും. തരാനുള്ളത് അവന്റെ കയ്യിലുണ്ട്. അള്ളാഹു വീതിച്ചു വെച്ചിട്ടുണ്ട്, ചോദിച്ചു വാങ്ങിക്കോ എന്നാ പറഞ്ഞത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും. അവർക്ക് ജീവിക്കാനുള്ളത് നാം ഇവിടെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു കല്യാണ വീട്ടില് വളരെ സന്തോഷത്തോടുകൂടെ വീട്ടുകാരൻ സൽക്കാരം നടത്തുന്നു. സുഭിക്ഷമായ ഭക്ഷണം. അയാൾ വളരെ മാന്യമായി ക്ഷണിച്ച അയാളുടെ ക്ഷണിതാക്കൾ അവിടെ എത്തിയാൽ ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ അയാൾ ഏൽപ്പിച്ചാൽ ഈ വന്നവനായ, ക്ഷണം സ്വീകരിച്ച് വന്നവനായ ആള് അയാൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങി കഴിക്കുന്നതിൽ ഇത് ഏർപ്പാട് ചെയ്ത അതിന്റെ ഉടമസ്ഥന് സന്തോഷമേ ഉള്ളൂ.
ചോദിച്ചു വാങ്ങിക്കൊള്ളണം. എന്താണോ ആവശ്യം, ഭക്ഷണം കഴിക്കാൻ തന്റെ താല്പര്യം, അത് ചോദിച്ചു വാങ്ങിക്കൊള്ളണം. അത് തന്നേക്കും, അത് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, ഇവിടെ എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ സ്വഭാവത എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഏർപ്പാടാക്കിയതാ നാം ഇന്ന് കാണുന്ന എല്ലാവരുടെയും സൗകര്യങ്ങൾ. വാഹനമില്ലാത്തവന് വാഹനമുള്ളവനെ കാണാൻ കഴിയും. ആ വാഹനം ഉള്ളവൻ അത് ഏർപ്പാടാക്കി കൊടുത്ത പോലെ ഇല്ലാത്തവനും അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കും. ചോദിച്ചാൽ മതി. ആവശ്യക്കാരൻ ചോദിക്കണം, ചോദിച്ചാൽ അള്ളാഹു നൽകും. ഇവിടെ ഒരു ജീവിക്ക് പോലും ഒന്നും അള്ളാഹു നിഷേധിച്ചിട്ടില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها كل في كتاب مبين. ഈ ഭൂമുഖത്ത് ഒരു ജീവിയുമില്ല, ഒരു ജന്തുവുമില്ല, ഒരു മൃഗവുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു പക്ഷിപ്പറവകൾ, ഒരു ജീവജാലങ്ങൾ, ഇഴജന്തുക്കൾ, ഒരു മൃഗങ്ങൾ ഒന്നുമേയില്ല. എല്ലാത്തിനും ആവശ്യമുള്ളത് അള്ളാഹു ഇവിടെ തീർച്ചപ്പെടുത്താതെ ഒന്നുമില്ല. ഉദരം നിറയ്ക്കാനുള്ള അന്നം എവിടെയെന്ന് അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. കഴിക്കുന്ന ധാന്യത്തിന്റെ മുകളിൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ടാവുന്ന, എന്ത് കഴിക്കുന്നു അതിന്റെ മുകളിൽ പേരെഴുതിയിട്ടുണ്ടാവുന്ന എല്ലാം അള്ളാഹുവിടെ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് അള്ളാന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ആധ്യാത്മിക ചിന്തയ്ക്ക് കാരണമായ പല സംഭവങ്ങളിൽ ഒരു സംഭവമുണ്ട് മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. വേട്ടപ്രിയനായിരുന്നു മഹാനവർ. അത് പൊതുവെ രാജാക്കന്മാരെല്ലാവരും അങ്ങനെയാ. വേട്ടയ്ക്ക് പോവാ, ഹണ്ടിങ് വലിയ ഇഷ്ടമാണ്. അത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകലും മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി വനാന്തരങ്ങളിൽ പോകലും ഇന്നും കാണുന്നുണ്ട് പല ഉന്നതരായ ആളുകളുടെ ഇടയിൽ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അങ്ങനെ വേട്ടയ്ക്ക് പോയി ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി. ഭക്ഷണം കഴിക്കണമല്ലോ, സുപ്രവിരിച്ചു. അദ്ദേഹത്തിന്റെ ഭക്ഷണം നിരത്തി വെച്ചു. കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് താൻ കഴിക്കേണ്ട ഒരു റൊട്ടി കഷ്ണത്തെ ഒരു കാക്ക വന്ന് റാഞ്ചിയെടുത്തുകൊണ്ട് പറന്നുപോയി. വലിയ ഭാരമുള്ളതാ. കാക്ക കഷ്ടപ്പെട്ട് അത് റാഞ്ചിക്കൊണ്ടുപോകുന്നു കണ്ടു. അദ്ദേഹം ചിന്തിച്ചു, ഇതൊരിക്കലും ആ കാക്ക തനിച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല. എന്തായാലും അദ്ദേഹം അതിൽ അത്ഭുതപ്പെട്ടു. അതിന്റെ പിന്നാലെ തന്റെ ഒട്ടകത്തെ എടുത്തു. ഒട്ടകം ഒരു കുതിര, അദ്ദേഹം വേട്ടക്ക് കൊണ്ടുപോയ മൃഗം എന്തോ അത്. ഈ കാക്ക പറന്നു പോകുന്ന മലയോരങ്ങളുടെ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഒട്ടകത്തെ അല്ലെങ്കിൽ കുതിരയെ അദ്ദേഹം പതുക്കെ പതുക്കെ നടത്തി അതിന്റെ പുറത്ത് കയറി കാക്ക പോകുന്നത് കണ്ടതിന്റെ പിന്നാലെ കൂടി. അങ്ങനെ അവസാനം മലമുകളിലെത്തി മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നും ആ പക്ഷി മറഞ്ഞു, ആ കാക്ക മറഞ്ഞു. എവിടെയാന്നറിയില്ല. മഹാനവറുകൾ ഇങ്ങനെ ചകഞ്ഞു നോക്കിയപ്പോ പടച്ചോനെ, ആ കാക്കത അകലെ കാണാൻ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മലമുകളിലെ വിജനമായ ഭാഗത്ത് ദൂരെ നിന്നും കാക്കയെ കണ്ടോടത്തേക്കും തന്റെ മൃഗത്തെ തുളച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഒരാളിങ്ങനെ മലർന്നു കിടക്ക, കയ്യും കാലൊക്കെ ബന്ധിപ്പിച്ച് മലർന്നു കിടക്ക. അയാളുടെ മുന്നിൽ ചെന്നിട്ട് മഹാനവറുകൾ വേഗം തന്നെ ആ കെട്ടഴിച്ചിട്ട് അത്ഭുതകരമായ കാഴ്ച മഹാനവറുകൾ കണ്ടത്, ഈ കെട്ടി ഇട്ടിരിക്കുന്ന ആളുടെ നെഞ്ചിലിരുന്നിട്ട് ഈ റാഞ്ചിയെടുത്ത റൊട്ടി കൊത്തി മുറിച്ചെടുത്ത് അതിന്റെ ചുണ്ടുകൊണ്ട് കാക്ക ആ മനുഷ്യന്റെ വായിൽ വെച്ച് കൊടുക്കുക. കയ്യും കാലും ബന്ധിച്ച് മലർത്തി കിടത്തി കെട്ടിയിട്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ കെട്ടിയിട്ട അവസ്ഥയിലും ഈ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അള്ളാഹു കൊടുത്തത്. മഹാനവറുകൾ അയാളെ കെട്ടിൽ നിന്നും മോചിപ്പിച്ചു, കെട്ടുകളൊക്കെ അഴിച്ചിട്ടു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. കച്ചവടക്കാരനാണ് ഞാൻ, എന്നെ വഴികൊള്ളക്കാര് ബന്ധികളാക്കി ഇതുപോലെ കെട്ടിയിട്ട് എന്റെ സാധനങ്ങൾ കവർച്ച ചെയ്തു കൊണ്ടുപോയി, ഇവിടെ ഉപേക്ഷിച്ചു. എനിക്ക് ഉറപ്പുണ്ട്, ഏത് മലമുകളിലാണേലും എന്റെ റബ്ബ് എനിക്ക് കഴിക്കാനുള്ളത് എന്റെ വായിൽ വെച്ചിരുന്നു എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ റബ്ബിനെ അങ്ങ് വിളിച്ചു, അള്ളാഹുവിനെ ഞാൻ വിളിച്ചു, എനിക്ക് ബോധ്യമായ എന്റെ റബ്ബിനെ ഞാൻ വിളിച്ചു.
എന്റെ റബ്ബ് എനിക്കതിനുള്ള സൗകര്യം തന്നു. അങ്ങനെ അള്ള തന്ന സൗകര്യമാണ് ഈ കാണുന്ന കാക്കയിലൂടെ ഞാൻ കഴിക്കുന്ന റൊട്ടി. എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയല്ലോ. 7 ദിവസമായി ഞാൻ ഇവിടെ, 7 ദിവസമായിട്ടും എന്റെ ഭക്ഷണത്തിനൊരു മുടക്കം വന്നിട്ടില്ല. എല്ലാ ദിവസവും ഈ കാക്ക എവിടെ നിന്നെങ്കിലും ഒരു റൊട്ടി കൊണ്ടുവരും. എന്നിട്ട് എന്റെ നെഞ്ചിന്റെ മുകളിലിരിക്കും, അത് പൊട്ടിക്കും, അതിന്റെ ചുണ്ടുകൊണ്ട് എനിക്ക് കുത്തിവലിച്ചു വെച്ചു തരും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ 7 ദിവസമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കാം. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന് അള്ളാന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുകയാ. റബ്ബിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടാൻ വേറെ വല്ലതും വേണോ? മഹാനവറുകൾ പറയാൻ തുടങ്ങി, അല്ലാഹുവേ നിന്റെ ഖുദ്റത്ത് എനിക്ക് ബോധ്യമാ അല്ലാഹ്. പടച്ച റബ്ബേ, ഞാൻ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ടും എനിക്ക് കഴിക്കാനും കുടിക്കാനുമുള്ളത് കിട്ടിയതുപോലെ ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സുഹൃദിന്റെ മാർഗത്തിലേക്ക്, ത്യാഗത്തിന്റെ പരിത്യാഗത്തിന്റെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പടച്ച റബ്ബേ നീ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലാഹുവേ, ഞാൻ അതിനു വേണ്ടിയിട്ട് എന്റെ ജീവിതത്തെ മാറ്റുന്നു. ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വിലപിടിപ്പുള്ള തിളങ്ങുന്ന പളപളപ്പുള്ള രാജവേഷത്തെ അഴിച്ചു വെച്ചുകൊണ്ട് മഹാനവറുകൾ താഴേക്കിറങ്ങുന്നു. മുഷിഞ്ഞത് ധരിക്കാനും പരിവരുത്തത് ധരിക്കാനും വിലക്കുറഞ്ഞത് ധരിക്കാനും അതുപോലെ ചിന്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മഹാനവറുകൾ പ്രാപ്തനാകുന്നതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണെന്ന് അള്ളാനെ ബോധ്യപ്പെടുത്തി തരുന്ന പണി അൽക്കഹഫിനുള്ളത്. അൽക്കഹഫ് ഭംഗിയായ പ്രമേയം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. വളരെ ഭംഗിയായ പ്രമേയം അൽക്കഹഫ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സത് കാണുന്നില്ല എന്നുള്ളൂ, നമുക്കത് ബോധ്യാവണില്ല എന്നുള്ളൂ. അൽക്കഹഫ് വളരെ വൃത്തിയായി തന്നെ അതെല്ലാം നമ്മുടെ മുന്നിൽ നിർവഹിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. അൽക്കഹഫിന്റെ ഈ മനോഹരമായ അവതരണത്തിന്റെ എല്ലാ അർഹതയും നമുക്ക് അറിയാൻ നുകരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളെ കബൂലാക്കട്ടെ. പടച്ചറബ് പാവപ്പെട്ട ഫലസ്തീൻ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അഭയം നൽകട്ടെ. ഒരുപാട് രോഗികൾക്ക് ദുആ ഇറക്കാൻ പറഞ്ഞു. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കു തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, പ്രിയപ്പെട്ട മാതാവിന് ക്യാൻസർ രോഗത്തിന്റെ തുടക്കമാണ്, RCCയുടെ ട്രീറ്റ്മെന്റ് ആണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വിദേശത്ത് നിന്നും ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ആ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവണേ അല്ലാഹ്, അത് വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മാക്ക് നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ, ശിഫാ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, അല്ലാഹുവേ, ഇക്കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ അഴീക്കോട് അസ്മാബി കോളേജിന്റെ സമീപത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ പരിക്ക് പറ്റി ആസ്റ്റർ മെഡിസിറ്റിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. റഹ്മാനായ തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ചികിത്സ റബ്ബേ നീ സന്തോഷത്തിലാക്കണമല്ലാ. അദ്ദേഹത്തിന്റെ ചികിത്സ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട സഹോദരന് റബ്ബേ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ ശരീരത്തിന് കരുത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദുആ വസിയത്ത് ഏൽപ്പിച്ച പലരും രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ പലരുമുണ്ട്. വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു കൊച്ച്, അല്ലാഹുവേ, 20 ലക്ഷം രൂപയുടെ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി. അല്ലാഹുവേ, കുഞ്ഞിന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്, ശിഫാ കൊടുക്കണേ തമ്പുരാനെ, ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കുഞ്ഞിന് നീ എല്ലാ നിലക്കുമുള്ള ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ന്യൂമോണിയയുടെ തുടക്കമായിരുന്നു ഒരു കുഞ്ഞുമോൻ റബ്ബേ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നാണ്. പടച്ച റബ്ബേ, ഇക്കഴിഞ്ഞ ദിവസം ആ കുട്ടി അവിടെ നിന്ന് ഡിസ്ചാർജായി പേടിപ്പെടുത്തുന്ന അവസ്ഥയിലുള്ളതായ
വല്ലാത്ത ഒരു സങ്കടത്തിന്റെ അവസ്ഥയിൽ നിന്നും റബ്ബേ നീ കരകയറ്റി. അള്ളാഹുവെ, ഞങ്ങളുടെ മജ്‌ലിസിൽ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തതാണ്. ശിഫാ കൊടുക്കണം അല്ലാ, ആരോഗ്യം നിലനിർത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, മകന്റെ ജോലി അത് സംബന്ധമായ വിഷമങ്ങൾ മാറാൻ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ആ മകന്റെ ജോലി. അള്ളാഹുവെ, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ആ ജോലി ബറക്കത്തിലും സന്തോഷത്തിലും ഖൈറായ വഴിയിലുമാക്കി കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി പ്രത്യേകം ഏൽപ്പിച്ചതാണ് അവരുടെ മകന് വേണ്ടിയിട്ട്. അള്ളാഹുവെ, ആ ഉമ്മാന്റെ മകന് നല്ല ജോലി നീ എത്തിച്ചു കൊടുക്കണമല്ല. അള്ളാഹുവെ റബ്ബേ, ആ കുടുംബത്തിൽ സ്ട്രോക്ക് വന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അള്ളാഹുവെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ പലരുടെയും രോഗങ്ങളെ കുറിച്ച് ദുആ ചെയ്യണമെന്ന് ആ സഹോദരി ഫാത്തിമ എന്ന പേരുള്ള സഹോദരി ഏൽപ്പിച്ചതാണ്. അള്ളാഹുവെ റബ്ബേ, നീ ശിഫാ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, നായ കടിച്ചതിന്റെ പ്രയാസം ആ സഹോദരിക്കുണ്ട്. അള്ളാഹുവെ റബ്ബേ, വഴിയോരത്ത് വെച്ചവർക്ക് പറ്റിയ അപകടത്തെ പരിപൂർണമായും തരണം ചെയ്ത് വിജയിച്ചു പോരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അത്തരം ജീവികളുടെ ആക്രമണങ്ങൾ, പ്രയാസങ്ങളെ തൊട്ടുകാക്കണേ തമ്പുരാനെ. കോഴിക്കോട് ചാലിയത്ത് നിന്നും റബ്ബേ ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു ഫാമിലി അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, നീ എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കണേ അല്ലാ, ദൂരീകരിക്കണേ അല്ലാ, ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ച റബ്ബേ, പാവപ്പെട്ട ഫലസ്തീനികൾക്ക് റബ്ബേ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അവിടെ നടക്കുന്ന ഇസ്രായേലി സമൂഹത്തിന്റെ നരമേധത്തെ നീ തച്ചു തകർക്കണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء المسلمين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وآخرنا في فلسطين. اللهم من روعاتهم، اللهم حقن دماءهم، اللهم اشفهم مرضاهم وتقبل شهداءهم وتقبل شهداءهم. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انتصر لهم من اليهود المحتلين الغاصبين. اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا. اللهم طهر المسجد الأقصى، اللهم طهر المسجد الأقصى من اليهود المحتلين الغاصبين. اللهم احفظ المسجد الأقصى، اللهم اجعله سامخا عزيزا إلى يوم القيامة بفضلك وجودك وكرمك يا أرحم الراحمين. അല്ലാഹുവേ, നീ സ്വീകരിക്കു തമ്പുരാനെ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.